പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എല്ലാവർക്കും വേണ്ടിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ SCRT സോഷ്യൽ സയൻസ് പാഠപുസ്തകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ, അതിന്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായും പഠിച്ചത് ഇന്ത്യയിലെ ദേശീയ തലത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം വേണമെന്ന ഒരു ആശയത്തിന്റെ ഫലമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞു. 1905 ബംഗാൾ വിഭജനമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന് ഒരു കുതിച്ചുചാട്ടത്തിന് കാരണമായി തീർന്നത്. ആ സ്വദേശി പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ നമ്മൾ പറഞ്ഞു. ആ സ്വദേശി പ്രസ്ഥാനം ഉയർന്നു വന്നതോടുകൂടി ജനങ്ങളുടെ ഇടയിൽ പ്രത്യക്ഷ സമരത്തിന്റെ ആവശ്യകത ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഒരു വിഭാഗം ജനങ്ങൾ പറഞ്ഞു, നമുക്ക് ബ്രിട്ടീഷുകാരെ ആക്രമിച്ചുകൊണ്ട്, ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ ആക്രമിച്ചുകൊണ്ട്, സായുധ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാം. രണ്ടാമത്തെ വിഭാഗം പറഞ്ഞു, അതിന്റെ ആവശ്യമില്ല, നമുക്ക് സമാധാനപരമായി നിവേദനങ്ങളിലൂടെ ബ്രിട്ടീഷുകാരോട് സ്വാതന്ത്ര്യം നൽകുന്നതിനെ കുറിച്ച് ആവശ്യപ്പെടാം. അങ്ങനെ രണ്ട് വിഭാഗങ്ങൾ രൂപം കൊള്ളുകയാണ് സ്വദേശി പ്രസ്ഥാനത്തോടു കൂടി. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന അഖിലേന്ത്യാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും അലയടിച്ചു. അതേക്കുറിച്ച് നമ്മൾ നോക്കുന്നു. മിതവാദികളും തീവ്ര ദേശീയവാദികളും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തന രീതികളെ സംബന്ധിച്ച് നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിന്നിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ആദ്യകാല നേതാക്കൾ തയ്യാറായിരുന്നില്ല. അവരാണ് മിതവാദികൾ എന്നറിയപ്പെടുക. ഉദാഹരണമായി പറഞ്ഞാൽ ദാദാഭായ് നൗറോജി ഉണ്ട്, ഫിറോസ് ഷാ മേത്തയുണ്ട്, ഗോപാലകൃഷ്ണ ഗോഖലെയുണ്ട്. ഇവരൊക്കെ മിതവാദ നേതാക്കളാണ്. ആരൊക്കെ? ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നൗറോജി തുടങ്ങിയവർ. എന്നാൽ സമാധാനപരവും രക്തരഹിതവുമായ സമരങ്ങളിലൂടെയും യോഗങ്ങൾ, പ്രസംഗങ്ങൾ, പ്രമേയങ്ങൾ എന്നിവയിലൂടെയും ഈ മിതവാദികൾ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. എങ്ങനെ? ചെറിയ സമാധാനവും രക്തരഹിതവുമായ സമ്മേളനങ്ങൾ വെച്ച് കൂട്ടുക, യോഗങ്ങൾ നടത്തുക, പ്രസംഗങ്ങൾ നടത്തുക, പ്രമേയങ്ങൾ, ലഘുരേഖകൾ വിതരണം ചെയ്യുക. ഇതൊക്കെയായിരുന്നു മിതവാദികളുടെ പ്രവർത്തന രീതി. മിതവാദികളുടെ ആശയങ്ങളോടും പ്രവർത്തനങ്ങളോടും അതൃപ്തരായ മറ്റൊരു വിഭാഗം കോൺഗ്രസിൽ ശക്തരായി. അവരാണ് തീവ്ര ദേശീയവാദികൾ എന്ന പേരിൽ അറിയപ്പെടുക. നേതാക്കളെ കണക്കാക്കുന്നത് ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ, ലാല ലജ്പത് റോയ് എന്നിവർ. ഇവരെ ലാൽ പാൽ ബാൽ എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുക. ഇവരുടെ പ്രവർത്തന രീതികൾ മിതവാദികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ധ്രുവീയ വ്യത്യാസം എന്ന് നമ്മൾ പറയും. എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സ്വദേശി പ്രസ്ഥാനം, ബഹിഷ്കരണം തുടങ്ങിയ വിപ്ലവകരമായ പ്രവർത്തന രീതികൾ സ്വീകരിച്ച ഇവര് ശക്തമായ പ്രത്യക്ഷ സമരത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാൻ കഴിയൂ എന്ന് വിശ്വസിച്ചു. ശക്തമായ പ്രത്യക്ഷ സമരത്തിലൂടെ മാത്രമേ സ്വാതന്ത്ര്യം നേടാൻ കഴിയൂ എന്ന് വിശ്വസിച്ചവരായിരുന്നു, അല്ലെങ്കിൽ വാദിച്ചവരായിരുന്നു. മിതവാദികള് സമാധാനപരമായ രക്തരഹിതമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയെങ്കിൽ പ്രത്യക്ഷ സമരത്തിലൂടെ വിപ്ലവകരമായ സ്വദേശി ബഹിഷ്കരണം തുടങ്ങിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കുവാനാണ് ആര് ശ്രമിച്ചത്? തീവ്ര ദേശീയവാദികൾ ശ്രമിച്ചത്. മിതവാദികളും തീവ്ര ദേശീയവാദികളുടെയും അഭിപ്രായ ഭിന്നതകൾ 1907 സൂററ്റ് കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് രൂക്ഷമാവുകയും സമ്മേളനം തുടർന്നു കൊണ്ടുപോവുക പോലും അസാധ്യമാവുകയും ചെയ്തു. ഈ സംഭവ വികാസങ്ങൾ കോൺഗ്രസിനെ പിളർപ്പിലേക്ക് നയിച്ചു. ചരിത്രപരമായിട്ട് ചില വസ്തുതകളിലൂടെ അവിടെ ഉണ്ട്, നമുക്ക് പഠിക്കാനായിട്ട്. 1905 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസില് സ്വദേശി സ്വരാജ് പ്രമേയങ്ങൾ അവതരിപ്പിച്ച് പാസാക്കി. സ്വദേശി സ്വരാജ് പ്രമേയങ്ങൾ അവതരിപ്പിച്ച് പാസാക്കാൻ നേതൃത്വം നൽകിയത് ആരായിരുന്നു? തീവ്രവാദികളായിരുന്നു. അതോടുകൂടി 1905 തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ട് ഗ്രൂപ്പുകൾ രൂപം കൊണ്ടു. ഓക്കെ, അങ്ങനെ ഗ്രൂപ്പുകൾ രൂപം കൊള്ളാൻ കാരണം എന്താ? 1905 ബനാറസ് സമ്മേളനത്തില് സ്വദേശി സ്വരാജ് പ്രമേയങ്ങൾ അവതരിപ്പിച്ച് പാസാക്കി. തുടർന്ന് രണ്ട് ഗ്രൂപ്പ് രൂപം കൊള്ളുമ്പോൾ സ്വാഭാവികമായിട്ട് അറിയാലോ, സംഘടനയില് ഭാരവാഹിത്വം, അതായത് ഭരണം പിടിക്കാനായിട്ട് ഇരുവിഭാഗവും ശ്രമിക്കും. അങ്ങനെ തീവ്രവാദികളും മിതവാദികളും പ്രസിഡന്റ് സ്ഥാനം ആവശ്യപ്പെടുക. അങ്ങനെ 1906 മിതവാദികൾ പറഞ്ഞു, 1906 കൽക്കട്ട സമ്മേളനമായപ്പോ മിതവാദികൾ പറഞ്ഞു തങ്ങളുടെ നേതാവായ റാഷ് ബിഹാരി ഘോഷിനെ പ്രസിഡന്റ് ആക്കണം. മിതവാദികൾ ആരെ പ്രസിഡന്റ് ആക്കണമെന്ന് പറഞ്ഞു? റാഷ് ബിഹാരി
ഘോഷ്. ഓക്കെ. തീവ്രവാദികൾ ആരെ പ്രസിഡന്റ് ആക്കണമെന്ന് പറഞ്ഞു? ലാല ലജ്പത് റായ്. പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി അവിടെ സംഘടനം ഉണ്ടാകും എന്ന് ഉറപ്പു വന്നപ്പോ ഏറ്റവും മുതിർന്ന നേതാവായ ദാദാഭായ് നവറോജി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് അവിടെ സംഘടനം ഒരു പരിധിവരെ അവസാനിപ്പിച്ചു. സാധാരണ കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുമ്പോൾ അടുത്ത വാർഷിക സമ്മേളനം എവിടെ നടക്കുമെന്ന് തീരുമാനിച്ചിട്ടാണ് പിരിയുന്നത്. അങ്ങനെ 1906 കൽക്കട്ട സമ്മേളനം തീരുമാനിച്ചു. 1907 ബോംബെയിൽ വെച്ച് നടത്താമെന്ന് തീരുമാനിച്ചു. ഓക്കെ. ദാദാഭായ് നവറോജി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുകയും അടുത്ത വർഷം 1907 ബോംബെയിൽ വെച്ച് നടത്താമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഈ പ്രഖ്യാപിച്ചതിന് ശേഷം മിതവാദികൾ പറഞ്ഞു ബോംബെയിൽ വെച്ച് നടത്തിക്കഴിഞ്ഞാൽ തീവ്രവാദികള് പ്രസിഡന്റ് സ്ഥാനം പിടിച്ചെടുക്കും. കാരണം മഹാരാഷ്ട്രയിലെ ബോംബെ എന്ന് പറയുന്നത് തീവ്രവാദ നേതാക്കളുടെ ശക്തി കേന്ദ്രമാണ്, പ്രത്യേകിച്ച് ബാലഗംഗാധര തിലകന്റെ. അതുകൊണ്ട് സമ്മേളനം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ദാദാഭായ് നവറോജി മിതവാദി നേതാവ് കൂടെയാണ് കേട്ടോ. ദാദാഭായ് നവറോജി അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് 1907 സമ്മേളനം മിതവാദികൾക്ക് ഭൂരിപക്ഷമുള്ള സൂറത്തിലേക്ക് മാറ്റി. എവിടെയാണ് നടത്തേണ്ടേ? ബോംബെയിൽ. പക്ഷെ പിന്നീട് അങ്ങോട്ട് മാറ്റി സൂറത്തിലേക്ക് മാറ്റി. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബാലഗംഗാധര തിലകൻ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. ലാല ലജ്പത് റോയ് സമ്മേളനത്തിൽ പങ്കെടുക്കുകയും പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇതായിരുന്നു സൂറത്ത് സ്പ്ലിറ്റ്. നമ്മൾ രണ്ടായി വിഭജിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് ശരിയല്ല. മറിച്ച് ആരിറങ്ങിപ്പോയി? തീവ്രവാദികൾ ഇറങ്ങിപ്പോയി. ലാലാ ലജ്പത് റോയുടെ നേതൃത്വത്തിലുള്ള തീവ്രവാദികൾ ഇറങ്ങിപ്പോയി. പിന്നെ ബാക്കി ആര് മാത്രമേ ഉള്ളൂ? മിതവാദികൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 1907 മുതൽ മിതവാദികളും തീവ്രവാദികളും യോജിക്കുന്ന 1916 വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളൊന്നും നടന്നിട്ടില്ല. 1907 മിതവാദി നേതാവായ ആര് പ്രസിഡന്റായി? റാഷ് ബിഹാരി ഘോഷ് പ്രസിഡന്റായി. മനസ്സിലായോ? അതിനുശേഷം പിന്നെ മിതവാദികൾ മാത്രമേ സംഘടനയ്ക്കകത്തുള്ളൂ. തീവ്രവാദികൾ ഇറങ്ങിപ്പോവുകയാണ്. ഓക്കെ. യെസ്. ജനരോഷം തണുപ്പിക്കുന്നതിനും കോൺഗ്രസിലെ മിതവാദികളെ സ്വാധീനിക്കുന്നതിനും വേണ്ടി ചില ഭരണപരിഷ്കാരങ്ങൾ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കി. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 1909 നടപ്പിലാക്കിയ മിന്റോ മോർലി പരിഷ്കാരങ്ങൾ. ഈ പരിഷ്കാരത്തിലെ പ്രധാന വ്യവസ്ഥകളാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലം ഏർപ്പെടുത്തുക, നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക തുടങ്ങിയവ. അപ്പൊ 1909 മിന്റോ മോർലി ഭരണപരിഷ്കാരത്തിന്റെ പ്രധാന നിർദ്ദേശങ്ങൾ മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തുക, നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക തുടങ്ങിയവയായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ തീവ്രവാദി നേതാക്കളെ 1907 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇറങ്ങിപ്പോയ 3 നേതാക്കൾ. തിലകൻ പങ്കെടുത്തില്ല പ്രതിഷേധിച്ചുകൊണ്ട്. ലാലാ ലജ്പത് റായ് പങ്കെടുക്കുകയും പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഇറങ്ങിപ്പോവുകയും ചെയ്തു. ബിപിൻ ചന്ദ്രപാലും അതുപോലെ തന്നെ. സ്വദേശ പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്ത് പകർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ തീവ്രദേശീയ നേതാക്കളാണ് ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ തുടങ്ങിയവർ. ഇവരെ ശരിക്കും നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുക? പാൽ എന്നാണ് വിളിക്കുക. ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, പാൽ ബിപിൻ ചന്ദ്രപാൽ. ക്ലിയർ? സർവേ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ രൂപീകരണം. ബംഗാൾ വിഭജനം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ? ബംഗാൾ വിഭജനത്തിലൂടെ ബംഗാൾ പ്രവിശ്യ രണ്ടായി വിഭജിച്ചപ്പോഴാണ് കിഴക്കൻ ബംഗാളിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങളും പടിഞ്ഞാറൻ ബംഗാളിലെ ഹിന്ദുക്കളുമായിട്ട് മാറി. അതായിരുന്നു മുസ്ലിം ലീഗിന്റെ രൂപീകരണത്തിലേക്ക് നയിക്കുക. ആഗാഖാന്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം പ്രതിനിധി സംഘം ഷിംലയിൽ വെച്ച് വൈസ്രോയി ആയിരുന്ന മിന്റോ പ്രഭുവിനെ കാണുകയും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. സർക്കാരിന്റെ എല്ലാ തലങ്ങളിലും തങ്ങളുടെ സമുദായത്തിന് അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യം നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്നും ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങളോടുള്ള വൈസ്രോയുടെ പ്രതികരണം തികച്ചും അനുകൂലമായിരുന്നു. ഇത് മുസ്ലിങ്ങൾക്കായി പ്രത്യേക രാഷ്ട്രീയ സംഘടന ആരംഭിക്കാൻ പ്രചോദനമാവുകയും ചെയ്തു. അങ്ങനെയാണ് 1906 സർവേ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമായത്. ഈ സർവേ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ആവശ്യപ്രകാരമായിരുന്നു 1909 മിന്റോ മോർലി ഭരണപരിഷ്കാരത്തില് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ
ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നത്. അപ്പോൾ സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗ് ആരംഭിച്ചത് 1906 എന്തിനു വേണ്ടി? മുസ്ലിം സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി പറയുന്നു ഹോം റൂൾ പ്രസ്ഥാനം. 1914 ആരംഭിച്ച ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വീണ്ടും സജീവമായി. എന്തുകൊണ്ടാ? ഇക്കാലയളവിൽ ചെറിയ രാജ്യമായ ബ്രിട്ടൻ കോളനികളിൽ ഭരണം നടത്താൻ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. ആ സാഹചര്യത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടും എന്നൊരു കാഴ്ചപ്പാടുണ്ടായി. ഒന്നാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ഹോം റൂൾ ലീഗ് എന്ന സംഘടനയായിരുന്നു. ഹോം റൂൾ പ്രസ്ഥാനം ആനി ബെസന്റും ബാലഗംഗാധര തിലകിന്റെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗ് പ്രവർത്തനം ആരംഭിച്ചത്. ഹോം റൂൾ ലീഗ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും വൻ ജനപിന്തുണ നേടി. ഹോം റൂൾ അഥവാ സ്വയംഭരണമായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. 1914 ആരംഭിച്ച ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമായി. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ഹോം റൂൾ ലീഗ് ആയിരുന്നു. ഓക്കെ, ഹോം റൂൾ ലീഗ് 1916 സെപ്റ്റംബർ മാസം മഹാരാഷ്ട്രയിലെ പൂനെ, ബോംബെ ഭൂപ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചു. ബോംബെയെ, പൂനെ എന്നീ ഭൂപ്രദേശങ്ങളെ കേന്ദ്രീകരിച്ച് ആരംഭിച്ചത് ബാലഗംഗാധര തിലകനും 1916 ഏപ്രിൽ മാസം കേട്ടോ. 1916 ഏപ്രിൽ മാസം ബോംബെ, പൂനെ എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ബാലഗംഗാധര തിലകനും. 1916 സെപ്റ്റംബർ മാസം മദ്രാസിലെ അടയാർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബെസന്റുമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിലെ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച് അതിന് നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലകനും, തെക്കേ ഇന്ത്യയിലെ ഹോം റൂൾ പ്രസ്ഥാനം പ്രചരിപ്പിച്ചത് ആരുമായിരുന്നു? ആനി ബെസന്റുമായിരുന്നു. അതാണ് നമുക്ക് പ്രാധാന്യം. ഓക്കെ, ഹോം റൂൾ ലീഗിന്റെ പ്രചരണത്തിനായി ആനി ബെസന്റും ബാലഗംഗാധര തിലകനും രാജ്യത്തുടനീളം സഞ്ചരിക്കുകയും ഇതിന്റെ ശാഖകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഹോം റൂൾ ലീഗിന്റെ പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിന് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞ ഗവൺമെന്റ് ആനി ബെസന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. പിന്നീട് ജയിൽ മോചിതയായ ആനി ബെസന്റ് 1917 ഡിസംബർ മാസം നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കട്ട സമ്മേളനത്തിൽ അധ്യക്ഷയായി. INCയിലെ പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയാണ് ആനി ബെസന്റ്. ആദ്യ വനിതയും ആദ്യ വിദേശ വനിതയും ആനി ബെസന്റ് തന്നെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ അധ്യക്ഷയായ ആദ്യ വനിതയും ആദ്യ വിദേശ വനിതയും ആര് തന്നെ? ആനി ബെസന്റ് ആണ്. ആ സമയത്ത് ആനി ബെസന്റിന്റെ വയസ്സ് 71 വയസ്സ്. ഏജ് എത്രയായിരുന്നു? 71. ആ 71 വയസ്സിലും രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് നമ്മൾ ആനി ബെസന്റിനെ ഇന്ത്യയുടെ വന്യ വയോധിക എന്ന് വിളിക്കുക. ഇന്ത്യയുടെ വന്യ വയോധിക എന്ന് വിളിക്കുക. ഇന്ത്യയുടെ വന്യ വയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നൗറോജിയാണ്. നമ്മൾ പഠിച്ചു അല്ലെ? ഇന്ത്യയുടെ വന്യ വയോധിക എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ആനി ബെസന്റ്. ഇന്ത്യയുടെ വന്യ വയോധികൻ ദാദാഭായ് നൗറോജി, ഇന്ത്യയുടെ വന്യ വയോധിക എന്ന് പറയുന്നത് ആനി ബെസന്റ്. സെറ്റ് അല്ലേ? 1907 സൂററ്റ് സമ്മേളനത്തില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും രണ്ടായി വേർതിരിഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. മിതവാദികളും തീവ്രവാദികളും ഒന്നായി മാറുന്നത്, ഐക്യതയിൽ ഒന്നുചേരുന്നത് 1916 കോൺഗ്രസിന്റെ ഡിസംബറിൽ നടന്ന ലക്നൗ വാർഷിക സമ്മേളനത്തിൽ വെച്ചാണ്. ഈ സമ്മേളനം ചില സുപ്രധാന തീരുമാനങ്ങളാൽ ശ്രദ്ധേയമായിരുന്നു. മിതവാദികളും തീവ്രദേശീയവാദികളും ഐക്യപ്പെടുവാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കുവാനും ഈ സമ്മേളനത്തിൽ തീരുമാനിച്ചു. പക്ഷെ പലപ്പോഴും മുസ്ലിം ലീഗ് അതിൽ നിന്ന് വ്യതിചലിച്ചു എങ്കിലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. അതാണ് ലക്നൗ ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുക. ലക്നൗ ഉടമ്പടി അപ്പൊ ഏത് വർഷം ഒപ്പുവെച്ചേ? 1916. ലക്നൗ ഉടമ്പടിയില് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഒപ്പുവെച്ചത് ബാലഗംഗാധര തിലകനും മുസ്ലിം ലീഗിന് വേണ്ടി ഒപ്പുവെച്ചത് മുഹമ്മദ് അലി ജിന്നയുമായിരുന്നു കേട്ടോ. അപ്പൊ 1916 കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനം ലക്നൌവിലായിരുന്നു. ഈ സമ്മേളനം ചില സുപ്രധാന തീരുമാനങ്ങളാൽ ശ്രദ്ധേയമായി. മിതവാദികളും തീവ്രദേശീയവാദികളും ഐക്യപ്പെടുവാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സർവ്വ ഇന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ സമ്മേളനത്തിൽ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി ഒപ്പുവെച്ച ഉടമ്പടിയാണ് ലക്നൗ ഉടമ്പടി. ലക്നൗ ഉടമ്പടി ഒപ്പുവെച്ചത് 1916 തന്നെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ഒപ്പുരേഖപ്പെടുത്തിയത് ബാലഗംഗാധര തിലകനും മുസ്ലിം ലീഗിന് വേണ്ടി ഒപ്പുരേഖപ്പെടുത്തിയത് മുഹമ്മദ് അലി ജിന്നയുമായിരുന്നു. സെറ്റ് അല്ലേ?
ഈ സമ്മേളനത്തിന് മറ്റൊരു പ്രത്യേകത കൂടെയുണ്ട്. ഗാന്ധിജിയും ജവഹർലാൽ നെഹ്റു ആദ്യമായി കണ്ടുമുട്ടിയത് ഈ ലക്നൗ സമ്മേളനത്തിൽ വെച്ചായിരുന്നു കേട്ടോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്ത് രൂപം കൊണ്ട പ്രധാനപ്പെട്ട തീവ്ര വിപ്ലവ സംഘടനകളും നേതൃത്വം നൽകിയവരെയും പ്രവർത്തിച്ചിരുന്ന സ്ഥലവും നമുക്ക് പരിചയപ്പെടാം. അനുശീലന സമിതി ബംഗാളിൽ ആരംഭിച്ചു. സചീന്ദ്രനാഥ് സന്യാലും അരബിന്ദ ഘോഷും ചേർന്ന് ആരംഭിച്ചതാണ്. സചീന്ദ്രനാഥ് സന്യാലും അരബിന്ദ ഘോഷും ചേർന്ന് ആരംഭിച്ചതാണ് അനുശീലൻ സമിതി ബംഗാളിൽ. ഭാരത് മാതാ അസോസിയേഷൻ ആരംഭിച്ചത് മദ്രാസ് നീലകണ്ഠ ബ്രഹ്മചാരിയും വാഞ്ചി അയ്യറും അജിത് സിംഗും ചേർന്നു. ഭാരത് മാതാ അസോസിയേഷൻ മദ്രാസ് കേന്ദ്രീകരിച്ച് ആരംഭിച്ചത് നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ് എന്നിവർ ചേർന്നു. യുഗാന്തർ പാർട്ടി ബംഗാളിൽ ആരംഭിച്ചത് റാഷ് ബിഹാരി ബോസും ഖുദിറാം ബോസും. യുഗാന്തർ പാർട്ടി ബംഗാളിൽ ആരംഭിച്ചത് റാഷ് ബിഹാരി ബോസും ഖുദിറാം ബോസും ചേർന്നു. ഗദ്ദാർ പാർട്ടി അമേരിക്കയിൽ ആരംഭിച്ചത് ലാല ഹർദയാലാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ അവിടെ നിന്ന് ഇന്ത്യക്കാരെ കൂട്ടി ഇന്ത്യയിലേക്ക് വന്ന് പോരാടുക, അതായിരുന്നു ലക്ഷ്യം. അപ്പൊ ഗദ്ദാർ പാർട്ടി അമേരിക്ക ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്നെ സംശയം ഉണ്ടാവരുത്. അപ്പോൾ വിപ്ലവ സംഘടനകളും പ്രവർത്തിച്ചിരുന്ന സ്ഥലവും സ്ഥാപകരെയും നമുക്ക് പരിചയപ്പെടാം. അനുശീലൻ സമിതി ബംഗാളില് സചീന്ദ്ര സന്യാലും അരവിന്ദ ഘോഷും. ഭാരത് മാതാ അസോസിയേഷൻ മദ്രാസിൽ ആരംഭിച്ചത് നീലകണ്ഠ ബ്രഹ്മചാരിയും വാഞ്ചി അയ്യറും അജിത് സിംഗും. യുഗാന്തർ പാർട്ടി ആരംഭിച്ചത് ബംഗാളിൽ റാഷ് ബിഹാർ ബോസും ഖുദിറാം ബോസും. യുഗാന്തർ പാർട്ടി ഒരുപാട് തവണ PS ചോദിച്ചിട്ടുണ്ട്. യുഗാന്തർ പാർട്ടി ബംഗാളിലെ റാഷ് ബിഹാരി ബോസും ഖുദിറാം ബോസും. ഗദ്ദാർ പാർട്ടി അമേരിക്കയിലെ ലാല ഹർദയാൽ. അനുശീലൻ സമിതി ബംഗാളിലെ സചീന്ദ്രനാഥ് സന്യാലും അരവിന്ദ ഘോഷും. ഭാരത് മാതാ അസോസിയേഷൻ മദ്രാസ് നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ് എന്നിവർ. യുഗാന്തർ പാർട്ടി ബംഗാളിലെ റാഷ് ബിഹാരി ബോസും ഖുദിറാം ബോസും. ഗദ്ദാർ പാർട്ടി അമേരിക്കയിലെ ലാല ഹർദയാൽ. ഇതോടുകൂടി ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായും ദേശീയ പ്രസ്ഥാന കാലഘട്ടത്തെ പ്രവർത്തനങ്ങൾ പഠിക്കാം. ഇനി 8ാം ക്ലാസ്സിലെ അടുത്ത സോഷ്യൽ സയൻസിലെ ഹിസ്റ്ററി ചാപ്റ്റർ എന്ന് പറയുന്നത് 8ാമത്തെ ചാപ്റ്ററാണ്, ദേശീയ പ്രസ്ഥാനവും കേരളവും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അതാണ് പഠിക്കുക. കൃത്യമായിട്ട് പഠിച്ചുറപ്പിക്കാനായിട്ട് ശ്രമിക്കാം, മുന്നോട്ട് പോകാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.